ചില്ലീസ് കിച്ചൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള സ്വീറ്റാണ്, കാജൂസ് സ്വീറ്റ് സർപ്രൈസ്. കശുവണ്ടിയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് അതിന് കാജൂസ് എന്ന് പേര് വന്നത്. ഇത് ഗ്യാസോ ഇലക്ട്രിക്കിൻ്റെ ഉപയോഗമോ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കാജു സ്വീറ്റ് സർപ്രൈസിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കാഷ്യൂനട്ട്. ഇതൊരു 50 ഗ്രാം കാഷ്യൂനട്ട് പൊടിച്ചെടുത്താണ്. പിന്നെ ഒരു 50 ഗ്രാം മിൽക്ക് പൗഡർ അല്ലെങ്കിൽ പാൽപ്പൊടി, കണ്ടൻസ്ഡ് മിൽക്ക്, നെയ്യ്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാജു സ്വീറ്റ് സർപ്രൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. ഇതൊരു ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന ഒരു രൂപത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒരു ബോർഡ് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബോർഡ് എടുക്കാം. അതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. മിക്സ് ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ എന്തെങ്കിലും ഷേപ്പുള്ള ഒരു സാധനം വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഈ ഷേപ്പിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഞാനത് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കാജു സ്വീറ്റ് സർപ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റിയാ അല്ലേ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. അതാകുമ്പോൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.